ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുൾഇഫൂൻ. അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സകാത്ത് ഫഉലൈക ഹുമുൽ മുൾഇഫൂൻ, അവര് വർധനവ് ലഭിക്കുന്നവരാണ്. നിങ്ങൾ ആ കൊടുക്കുന്ന ആളുകളില്ലേ, നിങ്ങൾക്ക് അല്ലാഹു വർധനവ് തരും. മുൻഗാമികളിൽ അല്ലാഹു തആല അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പിൽക്കാലത്തുള്ളവരിലും അല്ലാഹു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി സകാത്ത് കൊടുക്കുന്ന മനുഷ്യൻ അല്ലാഹുവിനെ ഭക്തിയുള്ള മനുഷ്യനാണ്. സകാത്ത് കൊടുക്കുന്ന മനുഷ്യൻ തഖ്വയുള്ള മനുഷ്യനാണ്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതീ മാലഹു യതസക്കാ. മുത്തഖിയായ മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കും. അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന മനുഷ്യൻ നരകത്തിൽ നിന്ന് ബഹുദൂരം വിട്ടു നിൽക്കും. വസയുജന്നബുഹാ, ആ വലിയ തീയുണ്ടല്ലോ, ദുനിയാവിൽ നമ്മളാരും കാണാത്ത തീ, ഒരാൾക്കും ഇവിടെ ഉണ്ടാക്കാൻ കഴിയാത്ത തീ. ദുനിയാവിൽ മൊത്തം അഗ്നികുണ്ഡം തയ്യാറാക്കിയാലും നരകത്തിലെ തീയിന്റെ ഭാഗത്തേക്ക് എത്തൂല. അത്രയും വലിയ അഗ്നിയിൽ നിന്ന് മാറി നിൽക്കും, ദൂരെ നിൽക്കും. അൽ അത്ഖാ, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന മനുഷ്യൻ. എന്താണ് ആ മനുഷ്യന്റെ അടയാളം? യുതീ മാലഹു യതസക്കാ, സകാത്ത് കൊടുക്കുന്നവനാണ്. സകാത്ത് കൊടുക്കുന്ന മനുഷ്യൻ മുത്തഖിയായ മനുഷ്യനാണ്, തഖ്വയുള്ള മനുഷ്യനാണ്. അല്ലാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് അനുസരിക്കുന്നത് കൊണ്ടാണ് ആ സകാത്ത് കൊടുക്കുന്നത്. എന്റെ സമ്പത്ത് എന്ന് പറയാൻ എനിക്ക് സമ്പത്തില്ല, നിങ്ങൾക്കും സമ്പത്തില്ല. എന്റെ ശരീരമെന്ന് പറയാൻ എനിക്ക് ശരീരമില്ല, നിങ്ങൾക്കും ശരീരമില്ല. തന്നവൻ അല്ലാഹുവാണ്. സമ്പത്ത് തന്നിട്ടുണ്ടോ? അല്ലാഹു തന്നതാണ്. ശരീരം തന്നിട്ടുണ്ടോ? അല്ലാഹു നൽകിയതാണ്. ആരോഗ്യം തന്നിട്ടുണ്ടോ? അല്ലാഹു നൽകിയതാണ്. സ്വന്തമെന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല, മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല തന്നതാണ്. അപ്പോൾ പിന്നെ ആ റബ്ബിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ സകാത്ത് കൊടുക്കാതിരിക്കൂല. സകാത്ത് കൊടുക്കുന്നതവന് എളുപ്പമാണ്. സകാത്ത് കൊടുക്കുന്ന ആളുകൾ വിജയിച്ചു പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. സകാത്തിന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഖദ് അഫ്ലഹ മൻ തസക്കാ, സകാത്ത് കൊടുത്തവൻ വിജയിച്ചു പോയി, തീർച്ച. വദക്കറ സ്മ റബ്ബിഹി, സകാത്ത് കൊടുത്തിട്ട് മതിയാക്കിയില്ല, തക്ബീറും ചൊല്ലി. സകാത്ത് കൊടുക്കലോടുകൂടെ തക്ബീർ ചൊല്ലുന്നൊരു പെരുന്നാൾ നമുക്കില്ലേ സഹോദരങ്ങളെ? അതിന് ഫിത്ർ സകാത്ത് എന്ന് പറയൂലേ? അന്ന് പ്രധാനപ്പെട്ട ഒരു അമലല്ലേ തക്ബീർ? അതാണ് വദക്കറ സ്മ റബ്ബിഹി, റബ്ബിന്റെ നാമം അങ്ങനെ മൊഴിഞ്ഞു, ഉറക്കെ പറഞ്ഞു. അതെല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും അതങ്ങനെ മുഴങ്ങി. ഫസല്ലാ, പെരുന്നാൾ നിസ്കാരവും നിർവഹിച്ചു. അപ്പൊ സകാത്ത് കൊടുക്കുന്ന മനുഷ്യൻ മുത്തഖിയായ മനുഷ്യനാണ്, അവൻ വിജയിച്ച ആളാണ്. അതേ സമയത്ത് സകാത്ത് കൊടുക്കാത്തവനോ നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് സകാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരുടെ സ്വത്ത് അവരെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. ആ സകാത്തിനെ തീയാക്കി അല്ലാഹു മാറ്റുന്നു. കൊടുക്കേണ്ട സകാത്ത് ഒട്ടകത്തിൻ്റെതാണെങ്കിൽ ഒരൊട്ടകത്തിന്റെ വലുപ്പത്തിൽ തീയാക്കി മാറ്റുന്നു. സമ്പത്തിൻ്റെതാണെങ്കിൽ സമ്പത്തിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു. നെല്ലിന്റെ സകാത്താണെങ്കിൽ നെല്ലിന്റെ രൂപത്തിൽ അതിനെ തീയാക്കി മാറ്റുന്നു. കൊടുക്കേണ്ട സകാത്ത് ഏതാണോ, കൊടുക്കാത്തത് ഏതാണോ, അതിനെ തീയാക്കി മാറ്റിയിട്ട് അവരെ മുഖത്തിന്റെ നെറ്റിഭാഗത്ത് സമ്പത്ത് കൊണ്ട് മിനുക്കിയ മുഖമല്ലേ,
അവരുടെ ശരീരത്തിന്റെ മുതുകിന്റെ ഭാഗത്ത്, കവിളിന്റെ ഭാഗത്ത് സഹിക്കാൻ കഴിയാത്ത ചൂടുകൊണ്ട്, ചൂട് വെച്ച് തന്നുകൊണ്ട് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കും, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വച്ച ധനമല്ലേ ഇത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ലല്ലോ, ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിധിയാക്കി സൂക്ഷിച്ചതിന്റെ അനന്തര ഫലം നന്നായി ആസ്വദിച്ചോളൂ. സകാത്ത് കൊടുക്കാത്ത മനുഷ്യൻ നമ്പേ തോറ്റുപോയി സഹോദരങ്ങളെ.